യുഎസിൽ കോവിഡിന് ശേഷമുള്ള ഏറ്റവും രൂക്ഷമായ സൂപ്പർ ഫ്ലൂ വ്യാപനം. കണക്കുകൾ പ്രകാരം അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്കാണ് അമേരിക്ക നീങ്ങുന്നത്. കോവിഡ് മഹാമാരിക്ക് ശേഷമുള്ള ഏറ്റവും വലിയ ഫ്ലൂ തരംഗമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കുട്ടികളെയും കൗമാരക്കാരെയുമാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. ഇതുവരെ ഏകദേശം 1 കോടിയിലധികം ആളുകൾക്ക് ഫ്ലൂ ബാധിച്ചതായും 5000 പേർ മരിച്ചതായും യുഎസ് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. പനി ബാധിച്ച് ആശുപത്രികളിൽ എത്തുന്നവരിൽ ഭൂരിഭാഗവും കുട്ടികളാണ്. 5 മുതൽ 17 വയസ്സ് വരെയുള്ളവരിൽ 20%, 4 വയസ്സിന് താഴെയുള്ളവരിൽ 18% ആശുപത്രി സന്ദർശനങ്ങൾ ഫ്ലൂ മൂലമാണ്. ഇതുവരെ 9 കുട്ടികൾ മരിച്ചതായും റിപ്പോർട്ടുണ്ട്. നിലവിലെ രോഗവ്യാപനത്തിന് കാരണം സാധാരണ പനി വൈറസായ H3N2 വന്ന മാറ്റങ്ങളാണ്. ഇതിനെ സൂപ്പർ ഫ്ലൂ എന്നാണ് വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. നിലവിലുള്ള വാക്സിനുകളെ പ്രതിരോധിക്കുവാൻ ഈ പുതിയ വകഭേദത്തിന് കഴിയുന്നു എന്നതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. അമേരിക്കയിൽ മുതിർന്നവരിൽ 43% താഴെ ആളുകൾ മാത്രമേ ഇതുവരെ വാക്സിൻ സ്വീകരിച്ചിട്ടുള്ളൂ. വാക്സിൻ വൈറസിനെ പൂർണ്ണമായി തടയുന്നില്ലെങ്കിലും രോഗം ഗുരുതരമാകുന്നത് ഒഴിവാക്കാൻ സാധിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. നിലവിൽ അമേരിക്കയുടെ കിഴക്കൻ ഭാഗങ്ങളിലാണ് രോഗവ്യാപനം കൂടുതൽ. കാലിഫോർണിയ, ഒറിഗോൺ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. മെയ് മാസം വരെ നീണ്ടു നിൽക്കുന്ന ഫ്ലൂ സീസൺ ഇപ്പോൾ അതിന്റെ പ്രാരംഭഘട്ടത്തിലാണെന്നും ഇനിയും കേസുകൾ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു.